നമസ്കാരം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവത്തിൽ നിന്നുള്ള മറുപടി എങ്ങനെയാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്. എന്നെ ചിലരൊക്കെ വിളിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, അവർക്ക് പ്രാർത്ഥനയിലിരിക്കുന്നു, മനസ്സിലൂടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർക്ക് ഇമ്പ്രൂവ്മെന്റ് നല്ല വ്യത്യാസമുള്ളതായിട്ടും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ആത്മാവ് ഒരു കാലത്ത് ജനിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി എന്നോണം പഠിച്ച് ഒരു ലെവലിൽ നിന്നും കൊണ്ടാണ് ജനിക്കുന്നത്. പക്ഷേ പിന്നീടുള്ള ഭൗതിക ബന്ധങ്ങളും കൊണ്ട് നമ്മൾ അതിലോട്ട് പ്രലോഭമായി നമ്മൾ ആത്മാവ് ചുരുങ്ങിപ്പോയി. അപ്പോൾ ഈ ചുരുങ്ങിയ ആത്മാവിനെ പതുക്കെ പതുക്കെ കയറ്റിക്കൊണ്ട് വരണം. പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ അത്ര പെട്ടെന്നൊരു ചേഞ്ച് നമ്മൾ വരണം. അത് ഇന്നലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന വ്യക്തി ആയിരിക്കരുത് നാളെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിഭയങ്കരമായൊരു വ്യത്യാസം, മാനസിക വ്യത്യാസം, സ്വഭാവത്തിൽ വ്യത്യാസം എല്ലാം പെട്ടെന്ന് സംഭവിച്ചാൽ അത്ര വ്യത്യാസപ്പെട്ട് നമ്മുടെ ആത്മാവ് അകത്ത് വളരാൻ തുടങ്ങും. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾക്ക് പറ്റുമെന്ന്. കാര്യം മനുഷ്യരാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോന്നോരോന്ന് മനസ്സിലാക്കി ശ്രമിക്കുക. അപ്പോൾ ശ്രമിക്കുന്നതനുസരിച്ച് നമ്മുടെ ഒരു ത്രാസ് പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി വരുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ ഒരു ത്രാസ് പോലെ കൂടി കുറഞ്ഞും ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഇങ്ങനെ കൂടി വരുമോ അത്രത്തോളം മാത്രമേ ഇവിടെ കയറി വരുള്ളൂ. അപ്പം അങ്ങനെ ഈ കയറി വരുന്നതനുസരിച്ചാണ് നമ്മുടെ അകത്തുനിന്ന് ആ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ദൈവം പറഞ്ഞതുപോലെ കോൺസെൻട്രേറ്റിലൂടെ ആ ദൈവത്തെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രകൃതിയാം ദൈവം തിരിച്ച് നമുക്ക് ചില മറുപടികൾ തന്നു തുടങ്ങും. അപ്പം അത് ആത്മാവിലൂടെയാണ് ശരിക്കും തരേണ്ടതും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഇപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യട്ടെന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ അത് കിട്ടും. ചിലപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞു തരും പോലെ വരും. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇതെല്ലാം ആത്മാവ് കാണിച്ചിരുന്നതാണ്. പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ ആത്മാവിന് ഒട്ടും ശക്തിയില്ലാതെ മുരടിച്ചു പോയി. എന്നാൽ നമ്മൾ ദൈവത്തിലോട്ട് എത്തുകയും ചെയ്തു. പക്ഷെ അപ്പോൾ ഇൻഫർമേഷൻ എങ്ങനെ നമുക്ക് കിട്ടും? ആത്മാവിനാണെങ്കിൽ അത് തരാനുള്ള അത്രയും ബലമില്ല. കാര്യങ്ങൾ ആത്മാവിന് മനസ്സിലാവുന്നുണ്ടെങ്കിലും ആ ആത്മാവിന് ശക്തി ഇല്ലാത്തത് കാരണം നമ്മുടെ ബോധ മനസ്സിനേക്കാളും ഭേദിച്ച് ആ മെസ്സേജ് അകത്തുനിന്ന് കിട്ടിയാലേ നമുക്കത് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് കിട്ടൂല, മനസ്സിലാവൂല. അപ്പൊ ആത്മാവിന് കുറച്ച് ശക്തി ആയാൽ മാത്രമേ നമ്മളുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത് തരാനുള്ള ലെവലിലേക്ക് കഴിയുള്ളൂ. പക്ഷെ ദൈവത്തിന് നമുക്കത് അറിയിക്കുകയും ചെയ്യണം. അപ്പൊ ദൈവം ആദ്യമായി ചെയ്യുന്ന മെത്തേഡ്, അതായത് ഒട്ടും ആത്മീയ വളർച്ചാൽ ആത്മാവ് മുരടിച്ചു പോയവർക്ക് ഫസ്റ്റ് വരുന്ന റിസൾട്ട് പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ അത് ലഭിക്കും. ഉദാഹരണത്തിന് ചില വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുക അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ബൈബിളോ അല്ലെ ഭഗവത്ഗീതയോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വിരൽ എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് മറുപടി തരണം എന്നും പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഉള്ള മറുപടി എന്നോണം അതിൽ കിട്ടുന്ന കാര്യങ്ങൾ നമുക്കുള്ളതായിരിക്കാം. അത് ഖുർആനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്ത് വെറുതെ തുറന്നു നോക്കുമ്പോൾ അതിലൂടെ നമ്മളടുത്ത് ദൈവം സംസാരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് അകത്ത് സ്ട്രൈക്ക് ചെയ്യും, കറക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടുള്ളൂ. ഇതെടുത്ത് വേറെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അടുത്ത് ഞാൻ കാണിച്ചാൽ അവർക്ക് ചിലപ്പോൾ ചിരി വരും. കാരണം അത് അവർക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യില്ല. ഇതൊരു വഴി. ചിലപ്പോൾ വൃക്ഷങ്ങളിൽ നോക്കിയിരിക്കുമ്പോഴും മരത്തിലൊക്കെ നോക്കിയിരിക്കുമ്പോഴും കിളികളെ നോക്കിയിരിക്കുമ്പോഴും അതിലൂടെയൊക്കെ പെട്ടെന്ന് അകത്ത് ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യും. ചില വീട്ടിലെ വളർത്ത മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിലൂടെ സ്ട്രൈക്ക് ചെയ്യും. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ശരിക്കും എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഏതെങ്കിലും വഴിയിലൂടെ ദൈവം നമുക്കത് ഇൻഫർമേഷൻ എടുത്ത് തരും. അങ്ങനെ കിട്ടി നമ്മൾ അപ്പൊ അത് കറക്റ്റ് അതേപോലെ ചെയ്യും. അപ്പൊ അത് സക്സസ് ആവും. പിന്നെയും കിട്ടും. ഇത് കിട്ടുന്നത് ദൈവം തരുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പിന്നെ അതിൽ സംശയം വരികയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളായിട്ട് എടുക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് സംശയം വന്നുകൊണ്ടേയിരിക്കും. ഇനി ആത്മാവിനൊട്ടും ബലമില്ലാതെ ആത്മാവ് അകത്തിരുന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിലും അകത്തിരുന്ന് കൂടി നെഗറ്റീവ്സ് അതിന്റെ മറുഭാഗം പറഞ്ഞു തന്ന് നമുക്ക് അത് വേണോ ഇത് വേണോ എന്ന സംശയം തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവം ശക്തമായ രീതിയിൽ ഒരു മറുപടി ഏതെങ്കിലും വഴി കൂടെ നമ്മുടെ ഉള്ളിൽ തന്നാൽ നമുക്കത് 100% ഓക്കെ എന്നുള്ളത് ഉള്ളിൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന വ്യക്തി പിന്നെ സാഹചര്യമോ അവരോ എവരോ ഇതൊക്കെ നോക്കി നമ്മൾ തീരുമാനം മാറ്റിക്കളയരുത്. പക്ഷെ മിക്ക കാര്യങ്ങളും ദൈവം തരുമ്പോൾ
പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ അത് ഇങ്ങനൊരു പ്രശ്നം വരും, ഇങ്ങനൊരു തടസ്സം വരൂലേ, അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഹസ്ബൻഡിന്, ഇങ്ങനെയൊക്കെ നമുക്കൊരു സംശയം വരും. അത് എന്തായാലും കിട്ടും. പക്ഷെ 100% നമ്മുടെ ഉള്ളിൽ ഉറപ്പുണ്ട് ഇതാണ് വേണ്ടത്. പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യാം, ഇതെന്ത് ചെയ്യാം എന്നൊരു ഡൗട്ട് അടിക്കും. കാരണം നമ്മൾ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു, അപ്പം നമ്മളത് അങ്ങനെ ചെയ്യും. പക്ഷെ അപ്പം നമ്മൾ മറുഭാഗത്ത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ബുദ്ധിപരമായിട്ട് അധികം ചിന്തിച്ച് കോംപ്ലിക്കേഷൻ ആവണ്ട. മറുഭാഗത്തെ കാര്യം ദൈവം നമുക്ക് നോക്കിക്കൊള്ളും. നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ ദൈവമേ ഈ പ്രശ്നം വരാത്ത രീതിയിൽ, അല്ലെ ഇങ്ങനൊരു വകുപ്പുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയും വരാം, അപ്പൊ അത് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം, അത് ദൈവം നോക്കിക്കോണം, ദൈവത്തിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മളത് ചെയ്യണം. ഇങ്ങനെയാണ് ദൈവം ആത്മവിളർച്ച അല്ലെങ്കിൽ ആത്മാവിനൊട്ട് ബലമില്ലാത്തവരുടെ ആദ്യമായി ഇടപെടുന്ന രീതി. അത് കഴിഞ്ഞിട്ട് അടുത്ത രീതിയാണ് സ്വപ്നത്തിലൂടെ കിട്ടുന്നത്. കാരണം സ്വപ്നത്തിലൂടെ നമുക്ക് ആദ്യമേ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ ആത്മാവിന് അത്ര ബലമില്ലാത്തത് കാരണം നമ്മുടെ ബുദ്ധിയിലേക്ക് അല്ല തലച്ചോറിലേക്ക് ഇത് സ്റ്റോർ ആവാൻ കഴിയില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തില്ല സിഗ്നല്. സംഭവം കിട്ടി, മനസ്സിലായി, പക്ഷെ തലച്ചോറിലോട്ട് സ്റ്റോർ ആയാൽ മാത്രമേ നമുക്ക് ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയത്തും അത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ അത് ചിലപ്പോൾ കിട്ടില്ല. അപ്പം അകത്തുനിന്ന് വരുന്ന ആത്മാവിൽ നിന്ന് വരുന്ന മെസ്സേജ് അത്ര സ്ട്രോങ് ആയാൽ മാത്രമേ ഉണരുമ്പോൾ ഈ സ്വപ്നങ്ങളെല്ലാം ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ ചിലർക്കത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, ചിലർ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും കൂടിയുള്ളത് പറയുന്നത് കൊണ്ട് അല്പ വളർച്ചയുള്ളവർക്കും നല്ല രീതിയിൽ വളർന്നവർക്കും നല്ല മുരടിച്ചു പോയവർക്കും ഒക്കെ ഉള്ള മെസ്സേജുകളാണ്. അപ്പൊ ഇതിൽ ഏതാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് അവരെടുക്കണം. അപ്പോൾ ദൈവം നമ്മളോട് തിരിച്ച് ചോദിക്കുന്നതിന് മറുപടി പോലെ ഒന്നും കാണുന്നില്ല, അല്ലെ സംസാരം ഒന്നും കിട്ടുന്നില്ല എന്നെങ്കിൽ വിചാരിച്ചോളാം നമ്മുടെ ആത്മാവ് അത്രയ്ക്കും മുരടിച്ചു പോയി. അപ്പോൾ ഇതൊരു വശത്ത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം പ്രകൃതിയിൽ നിന്നും ഏതെങ്കിലും വഴി കൂടെ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ.